പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലാണ് നമ്മൾ ഈ ആയാറാം ഗയാറാം പ്രതിഭാസം കണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത ആളുകൾ ഉടനെ അടുത്ത പാർട്ടിയിലേക്ക് പോവുക, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ പല പ്രമുഖ BJP നേതാക്കളും കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഒരു തിരിച്ചു പോക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവർ തിരിച്ചു പോകും. അത് കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ കാണാത്ത കാര്യമായിരുന്നു. ഇപ്പോൾ മുമ്പ് കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലൊക്കെ സീറ്റ് കിട്ടാത്ത ആളുകളുണ്ടാകുമ്പോൾ അവർ വല്ലതൊക്കെ മുറിവുറുത്ത് പോവുകയും വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരും കൂടി പോയി ചേർന്ന് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ഒരു പ്രവണത കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പാർട്ടി ഭേദമന്യേ കേരളത്തിലെ എല്ലാ പാർട്ടികളെയും ബാധിച്ചിരിക്കുകയാണ് യെസ്. ഇപ്പോൾ CPM-ൻ്റെ പ്രമുഖ നേതാവായ G. സുധാകരൻ, അദ്ദേഹം വളരെ കാലം MLA ആയിരുന്നു, പലതവണ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് അഴിമതിയൊന്നുമില്ല, നല്ല മന്ത്രിയും നല്ല ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എനിക്ക് ഇനിയും മത്സരിക്കണം, ഇനി മത്സരിക്കാനില്ലെങ്കിൽ ഞാനിനി പാർട്ടിയിലില്ല, ഞാൻ പ്രവർത്തനമൊക്കെ നിർത്തുകയാണ്, എന്നെ എല്ലാവരും കൂടി അവമാനിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇപ്പോൾ MM മണി പറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും തന്നെ BP ഉണ്ട്. അപ്പോൾ BP ഉള്ളത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എല്ലാവർക്കും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമാണ് എന്നാണ്. അതുപോലെ തന്നെ CPI-ൽ 2 തവണ MLA ആയിരുന്ന K. അജിത്ത് നേരെ ഇന്ന് BJP-യിൽ ചേർന്നു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് മറന്നുപോയിട്ടാണ് അദ്ദേഹം BJP-യിൽ പോയി ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളരെ പച്ചയായി തന്നെ എനിക്ക് MLA സ്ഥാനം വേണം, അല്ലെങ്കിൽ എനിക്ക് മന്ത്രിയാവണം എന്ന് പച്ചക്ക് പറയുന്ന ഒരു രീതി. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം? ഇതിന് പ്രധാനമായി വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ അറിയാം, ഇപ്പോൾ സഖാവ് അച്യുതാനന്ദനെ കുറിച്ച് പറയാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇല്ല, ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് മത്സരിക്കാൻ നിർബന്ധിക്കുകയാണെന്നെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അപ്പോൾ ഒരു കാലം വരെ പാർട്ടി പ്രവർത്തനവും പാർട്ടിയിലുള്ള സ്ഥാനമാനങ്ങളുമായിരുന്നു ഇടതുപക്ഷക്കാർ വലുതായി കണ്ടത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയിൽ ലഭിക്കുന്ന അംഗീകാരമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് മാറിയിരിക്കുന്നു. പാർട്ടിയിലെ സ്ഥാനങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. പകരം നമുക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പങ്കെടുത്ത് അങ്ങനെ MLA-യും മന്ത്രിയും ഒക്കെ ആയിട്ട് ആളുകളെ സേവിക്കാനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പലരും കാണുന്നത്. ഇപ്പോൾ PK ശശി നേരത്തെ തന്നെ ധാരാളം ആരോപണങ്ങളൊക്കെ നേരിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പല തരത്തിലുള്ള നടപടികളും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ അയാളൊരു പുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഫോറം ഉണ്ടാക്കി അതിൻ്റെ നേതാവായിരിക്കും. ഇപ്പം ഈ രീതിയിൽ വലിയ തോതിൽ ഈ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്ന സംഭവം ഇടതുപക്ഷ അണികളെ പോലും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് ഇപ്പോൾ ഏറ്റവും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആളുകളെ, ഇപ്പോൾ അഴിമതിക്കാരാണെന്ന് ഇപ്പോൾ UDF തന്നെ ആരോപിച്ചിട്ടുള്ള ആളാണ് PK ശശി. ഇനി അയാൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാളെ എടുക്കുകയും അതുപോലെ അയാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നതും ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത്, ഇപ്പോൾ അഴിമതിയില്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ അത് വലിയൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, അയാൾ ഒട്ടും അഴിമതിയില്ലാത്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അഴിമതിക്കാരാണെന്നും അഴിമതിയില്ലായ്മയാണ് ഈ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നും വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ ഒരിക്കലും തന്നെ കേരളത്തിലെ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവർ വെച്ചിരിക്കുന്ന ഒരു മോറൽ കോഡിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആയാറാം ഗയാറാം വരുന്നതോടുകൂടി തന്നെ നിലവിലുള്ള ഒരു ക്വാളിറ്റി പോലും
രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കി. ഈ ഒരു പ്രവണത നമ്മൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഡോക്ടർ സരിൻ എന്ന കക്ഷി വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിൻ്റെ വലിയ സോഷ്യൽ മീഡിയ മുഖമായിരുന്ന ആള് സീറ്റ് കിട്ടാതിരുന്നപ്പോൾ ഉടനെ തന്നെ തിരിച്ച് CPM-ലേക്ക് പോവുകയും മത്സരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ സന്ദീപ് വാര്യർ എന്ന BJP-യുടെ വക്താവായിരുന്ന കക്ഷി ഒരു ദിവസം കൊണ്ട് ആ BJP-യുടെ എല്ലാ സിദ്ധാന്തങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ അയറാം ഗയറാം പ്രവണത കുറച്ച് കാലമായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ അധികരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് ചെല്ലുന്തോറും ഈ പ്രവണത വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും സ്ഥിരമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി വെള്ളം കോരുകയും വിറകെട്ടുകയൊക്കെ ചെയ്യുന്ന സാധാരണ പ്രവർത്തകരുടെ കാര്യം വലിയ കഷ്ടമായിരിക്കും. ഈ അയാറാം ഗയാറാംമാരുടെ കയ്യിലായിരിക്കും അധികാരം ചെന്ന് പെടുന്നത്. ഇത് ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല. അധികാരത്തിനു വേണ്ടി പാർട്ടി മാറി വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഉപേക്ഷിക്കുക തന്നെ വേണം.